പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വലിയ ദൈവസ്നേഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്ന് പെസഹ വ്യാഴാഴ്ച, വലിയ നോമ്പിലെ 46-ാം ദിവസം. ഈശോ മനുഷ്യവംശത്തോടുകൂടെ ആയിരിക്കാൻ എന്നേക്കുമായി കണ്ടുപിടിച്ച മാർഗമായ വിശുദ്ധ കുർബാന ഈശോ തൻ്റെ ശിഷ്യരോടൊപ്പം അന്ത്യത്താഴ സമയത്ത് സഹിയോൻ മാളിക മുറിയിൽ സ്ഥാപിച്ചതിൻ്റെ വലിയ പുണ്യ ഓർമ്മയാണ് ഇന്ന് തിരുസഭ ലോകം മുഴുവൻ അനുസ്മരിക്കുന്നത്. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഈശോയോടൊപ്പം സഹിയോൻ മാളിക മുറിയിലാണ്. ഈശോ ജെറൂസലേമിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച രാജകീയമായി കടന്നു വന്നപ്പോൾ നമ്മൾ ആ ഓശാന ദിവസം ഈശോയോട് കൂടെ ജെറൂസലേമിലായിരുന്നു. ഇന്ന് ഈശോയോടൊപ്പം അന്ത്യത്താഴത്തിൽ ആ ദൈവിക രഹസ്യങ്ങൾക്ക് സാക്ഷികളാകുവാൻ നമ്മൾ ആത്മന ആ മാളിക മുറിയിൽ സഹിയോൻ മാളികയിലിരിക്കുന്നു. നാളെ പ്രാർത്ഥനയോടെ നമ്മൾ അവിടെ നിന്ന് ഈശോയുടെ കുരിശൻ ചുവട്ടിയിൽ കാൽവരിയിലേക്ക് ചെല്ലുന്നു. ശനിയാഴ്ച ഈശോയെ സംസ്കരിച്ച കല്ലറയുടെ മുമ്പിൽ പ്രതീക്ഷയോടെ നിൽക്കുന്നു. ഞായറാഴ്ച ദിവസം ഉത്ഥാനത്തിൻ്റെ സന്തോഷം നേരിൽ കാണുന്ന ശിഷ്യരെ പോലെ നമ്മൾ ഈശോയുടെ തുറന്ന കല്ലറയുടെ സമീപത്ത് നിൽക്കും. സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ ഈ ഏറ്റവും സുപ്രധാനമായ ഓർമ്മയുള്ള ദിവസം നമ്മുടെ ഹൃദയം സഹിയോൻ മാളിക പോലെ ഈശോയ്ക്കും ശിഷ്യർക്കും കടന്നു വരാനുള്ള വിശുദ്ധമായ അന്തരീക്ഷമാക്കി മാറ്റാം. ഇന്ന് ഈ പെസഹ തിരുനാളിൽ, ഈ പെസഹ വ്യാഴാഴ്ച 4 സുപ്രധാനമായ കാര്യങ്ങളാണ് നമ്മൾ തിരുക്കർമ്മങ്ങളിലും വായനകളിലുമെല്ലാം അനുസ്മരിക്കുന്നത്. ഒന്ന്, ഈശോ യഹൂദനായിരുന്നതുകൊണ്ട് യഹൂദ പെസഹ ആചരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. 2, ഈ യഹൂദ പെസഹായുടെ പശ്ചാത്തലത്തിൽ ഈശോ പുതിയ പെസഹ, പുതിയ ഉടമ്പടി, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. 3, ഈ വിശുദ്ധ കുർബാനയുടെ തന്നെ കാണപ്പെടാവുന്ന ഒരു രൂപമെന്ന രീതിയിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നു. അത് ശിഷ്യന്മാരുടെ കാലു കഴുകി എളിമയുടെ രൂപം കാണിച്ചതാണ്. 4, ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമായും നമ്മൾ ഈ പെസഹ തിരുനാളിൻ്റെ ഈ അന്ത്യത്താഴ ദിനത്തിൻ്റെ ഓർമ്മയെ അനുസ്മരിക്കുന്നു. ഇന്ന് നാം ആചരിക്കുന്ന, സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന ആദിമ കാലം മുതൽ ദൈവം മനുഷ്യവംശത്തിലും ഈ ഭൂമിയിലും നടത്തിയ ദൈവിക ഇടപെടലിൻ്റെ തുടർച്ചയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആദ്യ പെസഹായുമായി ഈശോയുടെ പെസഹായ്ക്ക് ബന്ധം. പുതിയ പെസഹായുടെ തുടർച്ചയായി, വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ തുടർച്ചയായി അന്നു മുതൽ ഇന്നുവരെ നമ്മുടെ അൾത്താരകളിൽ ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന, ഈശോയുടെ ജീവിത ബലി, അതേ ബലി തന്നെ വീണ്ടും വീണ്ടും അർപ്പിക്കപ്പെടുന്നു. ആദിമകാലം മുതൽ ഇടമുറിയാതെ തുടരുന്ന ഒരു ദൈവിക ഇടപെടലിൻ്റെ ഇന്നത്തെ കൃത്യമായ കണ്ണിയാണ് ഓരോ ദിവസവും നമ്മൾ പങ്കെടുക്കുന്ന, നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന. ഇതെന്തെങ്കിലും ഒരു പുതിയ കാര്യമല്ല, ഇതെന്തെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചതല്ല. ആദിമ കാലം മുതൽ ഈ ഭൂമിയിൽ തുടങ്ങിയ ദൈവിക ഇടപെടൽ കൃത്യമായ രംഗങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് അത് വിശുദ്ധ കുർബാനയായി നമ്മൾ അനുഭവിക്കുന്നു, സ്വീകരിക്കുന്നു. മനുഷ്യവംശത്തെ മുഴുവൻ ഒറ്റ ചരടിൽ കോർത്തിണക്കുന്ന ഒരു സുവർണ നൂലാണ് പരിശുദ്ധ കുർബാന. ഇതിലെല്ലാം ഉണ്ട്. ദൈവമുണ്ട്, സ്വർഗമുണ്ട്, ഭൂമിയുണ്ട്, മനുഷ്യരുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്, കൂദാശകളുണ്ട്, ഈശോയുടെ വാക്കുകൾ അടങ്ങിയ തിരുവചനം, സുവിശേഷമുണ്ട്, ഈശോയുടെ സുപ്രധാന കൽപ്പനകളുണ്ട്, നിത്യജീവനുണ്ട്, സഭയുണ്ട്, ശിഷ്യന്മാരുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഉൾച്ചേർത്ത സഭയുടെ നിത്യജീവൻ്റെ അമൃതാണ് പരിശുദ്ധ കുർബാന. ഇത്ര ഉന്നതമായ ഒരു സ്വർഗീയ രഹസ്യത്തിലൂടെ മനുഷ്യവംശത്തെ മുഴുവൻ ഒന്നിപ്പിച്ച ആ ദൈവത്തെ എന്നും മനുഷ്യരുടെ കൂടെ ആയിരിക്കാൻ ഈശോ കണ്ടുപിടിച്ച മാർഗമായ പരിശുദ്ധ കുർബാനയിലൂടെ എന്നും ഈശോ നമ്മളോടുകൂടെ സത്യമായും സജീവമായും വർത്തിക്കുന്നു, ജീവിക്കുന്നു എന്നതിൻ്റെ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഉദാഹരണവും അടയാളവുമാണ് നമ്മൾ അർപ്പിക്കുന്ന, സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന. ഇത് മനുഷ്യവംശവുമായി ദൈവം നടത്തിയ ഒരിക്കലും മാറ്റാത്ത ഒരു ഉടമ്പടിയാണ്. ഇതിൻ്റെ സ്ഥിരതയാണ്
ഇതിൻ്റെ മാറ്റമില്ലായ്മയാണ് ഓരോ ദിവസവും ദൈവജനം ഒന്നിച്ച് പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ഓരോ അൾത്താരയിലും അർപ്പിക്കപ്പെടുന്ന, ഈ ലോകത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന. ഈശോയുടെ ആ ഒരേ ഒരു രക്ഷാകര രഹസ്യം ഇന്നും ഭൂമിയെ ഓരോ ദിവസവും ഓരോ നിമിഷവും വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നതും പൗത്രീകരിച്ചു കൊണ്ടിരിക്കുന്നതും ഈ പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ഈ വലിയ ദിവ്യരഹസ്യത്തിൻ്റെ പ്രാധാന്യമാകട്ടെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ധ്യാന വിഷയം. നമ്മളെ പൗത്രീകരിക്കുന്ന, നമ്മുടെ ചിന്തകളെ, വാക്കുകളെ, ശരീരത്തെ, പ്രവർത്തനങ്ങളെ പൗത്രീകരിക്കുന്ന, ഈ ഭൂമിയെ പൗത്രീകരിക്കുന്ന, ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും പൗത്രീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന ഏറ്റവും പ്രധാന കാര്യമാണ് വിശുദ്ധ കുർബാന. ഓരോ തവണ അർപ്പിക്കപ്പെടുമ്പോഴും ദൈവം സ്വർഗത്തിൽ നിന്ന് അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്നു എന്നതിനേക്കാൾ മഹനീയമായി എന്താണ് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്? രണ്ടാമത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഇത് വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നില്ല. രണ്ടും ഒരേ അർത്ഥത്തിലുള്ള കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ആവാം അത്. ഒരേ അർത്ഥമുള്ള കാര്യങ്ങൾ ആവർത്തിക്കേണ്ട എന്ന് അതിബുദ്ധിമാനായ യോഹന്നാൻ സുവിശേഷകൻ ചിന്തിച്ചു കാണും. കാല് കഴുകുന്നതിൻ്റെ ആന്തരിക ഭാവം എളിമയാണ്, ചെറുതാക്കലാണ്, വെറുമയാണ്. ഈശോ വിശുദ്ധ കുർബാന എന്ന ഒരപ്പത്തിലേക്ക് ഈ ലോകവും സർവ്വപ്രപഞ്ചവും സൃഷ്ടിച്ച ദൈവം ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ അതും എളിമയുടെ കാര്യം തന്നെയാണ്. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി യോഹന്നാൻ ഒരുപക്ഷെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന കാര്യം മാത്രം പറഞ്ഞ് ഒതുങ്ങുന്നു. ഇവിടെ 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ ഈശോ കഴുകുന്നു. 12-ൽ യൂദാസിനെ കഴുകുമ്പോഴും പത്രോസിനെ കഴുകുമ്പോഴും ഒക്കെ ഈശോയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. സത്യത്തിൽ ഈ കാല് കഴുകലിനെ കുറിച്ച് പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ അപ്രയം പറയുന്ന അതിമനോഹരമായൊരു വ്യാഖ്യാനം, ഈശോ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് യൂദാസിനെ, അവൻ്റെ ചിന്താഗതികളെ കഴുകിക്കളഞ്ഞതാണ് ശിഷ്യന്മാരുടെ കാല് കഴുകിയതിലൂടെ കാണിച്ചു തന്നതെന്ന് അദ്ദേഹം പറയുന്നു. യൂദാസ് 12 പേരിൽ ഏറ്റവും അവസാനത്തെ ആളാണ്. കാല് ശരീര അവയവങ്ങളിൽ ഒരുപക്ഷെ നേരെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും താഴെ ഭൂമിയോട് ചേർന്ന് ഏറ്റവും അവസാനം, തല മുതൽ എണ്ണി തുടങ്ങിയാൽ ഏറ്റവും അവസാനമുള്ള ശരീരാവയവമാണ് കാല്. ആ കാലിൽ പറ്റിപ്പിടിച്ചിരുന്ന പൊടിയാണ് ഈശോ കഴുകിക്കളയുന്നത്. ഇവിടെ യൂദാസിൻ്റെ ചിന്താഗതികളെയാണ് ഈ 12 പേരിലും നിന്ന് കഴുകിക്കളയാനായി ഈശോ ആഗ്രഹിച്ചത്. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഒരു അബദ്ധചിന്ത, ഒരു അന്ധവിശ്വാസം എന്ന് പറയാവുന്ന ഒരു കാര്യം 13-ാം നമ്പരിനോടുള്ള പേടിയാണ്. 13-ാം നമ്പർ എങ്ങനെ അപകടകരമാകുന്നു, അല്ലെങ്കിൽ അതിനെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷേ എല്ലാവരും അതിനെ അന്ധമായി ഭയക്കുന്നു. പറഞ്ഞു കേൾക്കുന്ന ഒരു ന്യായം, ഒരു കാരണം ഇതാണ്: ഈശോയും 12 ശിഷ്യന്മാരും കൂടെ ചേരുമ്പോൾ അത് 13-ആണ്. ഈശോയെ ഏതായാലും അവസാനം വയ്ക്കില്ല. ഈശോയെ ആദ്യം വെച്ച് കഴിഞ്ഞ് പത്രോസ് 2, പിന്നീട് ഇങ്ങനെയുള്ള ഓരോ ശിഷ്യന്മാരെ എണ്ണി വരുമ്പോൾ 13-ാമത് വരുന്ന പേര് യൂദാസിൻ്റേതാണ്. അത് ഒറ്റിക്കൊടുക്കലിൻ്റെ, കൂട്ടത്തിൽ നിന്ന് ചതിച്ചതിൻ്റെയൊക്കെ ഒരു അടയാളമെന്ന രീതിയിലാണ് 13-ാമത് പേര് വന്ന, അല്ലെ ആ 13-ാമത് എണ്ണപ്പെടുന്ന യൂദാസിനെ ഓർത്ത് ആളുകൾ ഒരു പക്ഷേ 13-ാം നമ്പരിനെ പേടിക്കുന്നത് എന്ന് പറയുന്ന ഒരു വിശദീകരണമുണ്ട്. അത് ഒരു വിശദീകരണം മാത്രമാണ്. ഒരു സംഖ്യയെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് ഓരോന്നും നിശ്ചയിക്കുന്നത്. സംഖ്യയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ അല്ല മനുഷ്യജീവിതത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ പ്രാധാന്യമെന്ന് ഒരു തിരുത്തൽ കൂടി പറയാൻ ഈ ദിവസം ആചരിക്കുന്നു. 13 എന്ന സംഖ്യയെക്കുറിച്ച് ഇനി യാതൊരു ഭയവുമില്ലാതെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തെ മുറുകെ പിടിക്കുന്നെങ്കിൽ 13 മറ്റെന്തു വന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസം കൂടുതൽ ബലമുള്ളതായി മാറുന്നത് എന്ന് തിരിച്ചറിയണമെന്ന് കൂടി സ്നേഹബുദ്ധിയായി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഈ 12 ശ്ലീഹന്മാരുടെ ജീവിതവും അവരുടെ ഈ എണ്ണവും വെച്ച് നമുക്കെടുക്കാവുന്ന മറ്റൊരു ആത്മീയ ചിന്തയുണ്ട്. 12 ശിഷ്യന്മാരിൽ ഒരാൾ ഈശോയെ ഒറ്റിക്കൊടുത്ത ഒരാളാണ്.
പത്രോസ് ഒരാൾ ഈശോയെ തള്ളിപ്പറഞ്ഞയാളാണ്. തോമാ ശ്ലീഹ അതിലൊരാൾ ഈശോയെ സംശയിച്ചയാളാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ പകലിൻ്റെ മണിക്കൂറുകൾ 12ആണ്. നമ്മൾ ഉറങ്ങുന്നില്ലാത്ത അധ്വാനിക്കുന്ന പകലിൻ്റെ 12 മണിക്കൂറുകൾ ഈശോ തന്നെ തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, പകലിന് 12 മണിക്കൂറില്ലേ. പകൽ എന്നുള്ളത് സൂര്യൻ ഉള്ള സമയം, ഈശോയാണ് സൂര്യൻ. ആ ഈശോയ്ക്ക് 12 മണിക്കൂറുകളില്ലേ, 12 ശിഷ്യന്മാരില്ലേ. ഈശോ തുടർന്ന് പറയുന്നു, പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈശോയാകുന്ന വെളിച്ചത്തിൽ നടന്നാൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് പോകേണ്ടി വരില്ല എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഈ 12 ശിഷ്യന്മാരുടെ സംഖ്യ കൊണ്ട് നമുക്കെടുക്കാവുന്ന ഒരു ആത്മീയ ചിന്ത ഇതാണ്. അതിൻ്റെ അകത്ത് ഒരുപക്ഷെ ഞാൻ അറിയാതെ ഈശോയെ തള്ളിപ്പറയുന്ന മണിക്കൂറുകൾ ഉണ്ടാകുന്നുണ്ടോ? ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന മണിക്കൂറുകൾ ഉണ്ടാകുന്നുണ്ടോ? ഈശോയെ സംശയിക്കുന്ന മണിക്കൂറുകൾ ഉണ്ടാകുന്നുണ്ടോ? പരസ്പരം ആരാണ് വലിയവനെന്ന് പറഞ്ഞ് ഈശോയെ മറന്ന് സ്വയം ചിന്തിക്കുന്ന മണിക്കൂറുകൾ ഉണ്ടാകുന്നുണ്ടോ? ഇത്തരത്തിൽ ഈശോയെ തള്ളിപ്പറയുന്ന, ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഈ ശിഷ്യന്മാരുടെ ജീവിത മാതൃകകൾ പോലെ നമ്മളിലേക്ക് വരാതിരിക്കാൻ പരിശ്രമിക്കാം. യൂദാസ് നമ്മളിലെ ഒരു സാധ്യതയോ ഒരു ബാധ്യതയോ ആകാതിരിക്കാനുള്ള ശ്രദ്ധയും നമുക്ക് ഉണ്ടാവണം. 12 ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. അടുത്തതായി നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം ഇന്നത്തേത്, ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ശിഷ്യന്മാരുടെ പാദം കഴുകി അതോടുകൂടി ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. ശിഷ്യന്മാരുടെ കാല് കഴുകി അവരെ പ്രത്യേകമായി വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തിയപ്പോൾ അവർക്ക് ഈശോ പൗരോഹിത്യം നൽകുകയായിരുന്നു അത് എന്നതാണ് പൗരസ്ത്യ ചിന്താഗതി. ശിഷ്യന്മാരുടെ പൗരോഹിത്യമായിട്ടാണ് ഈ 12 പുരുഷന്മാർ മാത്രമുള്ള ഈ അന്ത്യത്താഴത്തിൽ മറ്റ് ഈശോയ്ക്ക് ഒരു പക്ഷേ പ്രിയപ്പെട്ട ആളുകളോ സ്നേഹിതരോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ ആരെയും ഈശോ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു വിളിയാണ് പൗരോഹിത്യത്തിലേക്കുള്ളതെന്ന് സൂചിപ്പിക്കാൻ അവരെ മാത്രം ഈശോ പറഞ്ഞ് ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ച് നന്നായി ഒരുക്കിക്കൊണ്ടുവന്ന് അവരെ ഇതാ കാല് കഴുകി പൗരോഹിത്യം നൽകി അവരെ വേർതിരിച്ച് സുവിശേഷ പ്രഘോഷണത്തിനായി തൻ്റെ പിൻഗാമികളായി മാറ്റി നിർത്തുന്നു. ഈശോ നിത്യ പുരോഹിതനാണ്. തൻ്റെ ഈ പുരോഹിത ശുശ്രൂഷ, ഈശോയ്ക്ക് രാജകീയ ദൗത്യം, സഹനദാസൻ എന്നുള്ള ദൗത്യം, പുരോഹിത ദൗത്യം, ഈ ത്രിവിധ ദൗത്യങ്ങളുള്ളത് നമുക്കറിയാം. അതിലെ പുരോഹിത ശുശ്രൂഷ തുടരാനാണ് ഈശോ ഈ 12 ശിഷ്യന്മാരെ കാല് കഴുകി വേർതിരിച്ചു മാറ്റി പൗരോഹിത്യം നൽകി അവരെ വിശുദ്ധീകരിക്കുന്നത്. പൗലോസ്ലേഹ പറയുന്ന പോലെ ആരും ഇത് സ്വയം ഏറ്റെടുക്കുന്നതല്ല, ദൈവം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മിടുക്കരായ ആളുകളല്ല ഈ ശിഷ്യന്മാരെന്നും നമുക്ക് തിരിച്ചറിയാം. അവർ പലതരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷെ അതിനെയെല്ലാം പരിഹരിക്കുന്നത് ദൈവം അവരിലേക്ക് ഒഴുക്കുന്ന കൃപയാണ്. ഇന്നും പൗരോഹിത്യത്തിലെ ആളുകൾ ജീവിതത്തിൽ അവർ മാനുഷിക കണ്ണിൽ ഏറ്റവും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ഒരുപക്ഷെ അവരെക്കാൾ പുറത്തുള്ള ആളുകളാണ് കൂടുതൽ മാനുഷിക ഗുണങ്ങളിലോ മാനുഷിക കഴിവുകളിലോ മികച്ചു നിൽക്കുന്നവർ. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ബലഹീനരെയാണ് ദൈവം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. കാരണം ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുക എന്ന് തിരുവചനം പറയുന്നല്ലോ. പൂർണ്ണതയുള്ള ഏറ്റവും നല്ല സൃഷ്ടിയായി നിറഞ്ഞിരിക്കുന്ന ഒരാളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടമില്ല. എന്നാൽ ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനത വഴി അത് നിറച്ച് പ്രവർത്തിക്കാൻ ദൈവത്തിന് അവസരമൊരുങ്ങുന്നത് കൊണ്ടുകൂടിയാണ് ഒരുപക്ഷെ ബലഹീനരായ ആളുകളെ ഇത്തരം പൗരോഹിത്യ ദൈവവിളികളിലേക്ക് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നതും മാറ്റി നിർത്തുന്നതും. ഈ ബലഹീനത തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതർക്കുള്ളത് അത് അവരവരിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ഇവരെ കാണുന്ന മറ്റുള്ളവർ ഈ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ്. ദൈവം തിരഞ്ഞെടുത്ത എക്കാലത്തെയും ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇത്തരം കുറവുകളുള്ളവരായിരുന്നു. പുറപ്പെട്ടപ്പോൾ 6 ലക്ഷത്തിലധികവും ഇസ്രായേൽ ദേശത്തെത്തുമ്പോൾ 20 ലക്ഷത്തിലധികവുമുള്ള ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ വിക്കനായിരുന്നു. മോശയ്ക്ക് ദൈവം വിക്ക് മാറ്റി കൊടുത്തില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സർവശക്തനായ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് ആ വിക്ക് മാറ്റിക്കൊടുക്കാം. പക്ഷേ വിക്ക് മാറ്റുകയല്ല, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ അഹ്റോൻ എന്ന സഹോദരനെ നൽകുകയാണ് ചെയ്തത്. അഹ്റോൻ മോശയേക്കാൾ മൂത്തതായിരുന്നു. എങ്കിലും മോശയുടെ പ്രാധാന്യത്തിന് മുകളിലാകുന്നില്ല അഹ്റോൻ്റെ പ്രാധാന്യം. മോശ തന്നെ
ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധനായ പ്രവാചകനായി ഇസ്രായേലിൽ ഗണിക്കപ്പെടുന്നു. ഗോലിയാത്ത് എന്ന അതികായനെ കൊല്ലാൻ ദൈവം തിരഞ്ഞെടുത്തത് ദാവീദ് എന്ന ഒരു ചെറിയ ഇടയച്ചെറുക്കനെയാണ്. പിന്നീട് അവൻ സർവ്വ രാജ്യങ്ങളും ഭരിച്ച ഏറ്റവും ശക്തനായ രാജാവായി മാറി. ഈശോയുടെ ശിഷ്യന്മാരുടെ കാര്യം നമ്മൾ അനുസ്മരിച്ചു. പലതരത്തിലുള്ള ബലഹീനതകൾ, സംശയിക്കുന്നവർ, തള്ളിപ്പറയാൻ മനസ്സുള്ളവർ, ചതിക്കുന്നവർ, പരസ്പരം സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർ, വലിയവരാരാണെന്ന് വഴക്കുകൂടുന്നവർ, തീവ്രവാദ ചിന്താഗതിയും സ്വഭാവവും ഉള്ളവർ, ആ രീതിയിൽ നിന്നെല്ലാം ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതും വിളിച്ചതും അവരുടെ ബലഹീനതകളും കുറവുകളും കണ്ടുകൊണ്ട് തന്നെയാണ്. ഇന്ന് നമുക്കറിയാവുന്ന, നമ്മുടെ പരിചയത്തിലുള്ള, ബന്ധുത്വത്തിലുള്ള, പരിചയത്തിലും സ്നേഹത്തിലുമുള്ള, അതോടൊപ്പം നമ്മുടെ ഇടവുകളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഞാനും ഒരു വൈദികനാണ്. ഏറെ ബലഹീനതകളും കുറവുകളും ഞങ്ങൾക്ക് എല്ലാ വൈദികർക്കും ഉണ്ട്. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പൗരോഹിത്യത്തെ, വൈദിക ശുശ്രൂഷയെ കൂടുതൽ മഹത്തരമാക്കുന്നതും ദൈവത്തിന് വേണ്ടി കൂടുതൽ ശക്തിയോടെ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ബലം പകരുന്നതും. നമുക്കറിയാവുന്ന എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് അജപാലന ശുശ്രൂഷ ചെയ്ത് നമ്മുടെ ഇടവകളിലുണ്ടായിരുന്ന എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോ വളരെ അത്ഭുതകരമായ ദിവ്യരഹസ്യങ്ങൾ സ്ഥാപിച്ച, വിശുദ്ധ കുർബാന സ്ഥാപിച്ച, പൗരോഹിത്യം സ്ഥാപിച്ച, കാല് കഴുകിയ എളിമയുടെ മാതൃക നൽകിയ ഈ വലിയ സംഭവങ്ങൾ അനുസ്മരിക്കുന്ന ഈ ദിവസം ഏറ്റവും പ്രാർത്ഥനയോടെ ഉചിതമായ രീതിയിൽ നമുക്ക് ആചരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ഈ വിശുദ്ധ ദിനത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.